നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് വീണ്ടും ജനവിധി തേടാൻ PJ ജോസഫ്. കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കും എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് 24-നോട് പ്രതികരിച്ചു. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. നിലവിൽ തൊടുപുഴയുടെ MLA ആണല്ലോ PJ ജോസഫ്. അപ്പം മത്സരിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതകളും പാർട്ടി കാണുന്നില്ല. പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാനും പാർട്ടിയും യോജിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം വ്യക്തമാവും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ സംസ്ഥാന തലത്തിൽ മുന്നണി നേതൃത്വം ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഏതൊക്കെ പാർട്ടി എവിടെയാണ് മത്സരം. പ്രാദേശികമായിട്ട് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ടൊന്ന് അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഈ തൊടുപുഴയിൽ ഇത്തവണയും PJ ജോസഫ് തന്നെ മത്സരിക്കും എന്നാണോ പറയുന്നത് ജോസഫ് വിഭാഗം? കോൺഗ്രസ് ഈ മണ്ഡലം ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണോ PJ ജോസഫ് വിഭാഗം? GK അനാരോഗ്യം കാരണം PJ ജോസഫ് ഇത്തവണ മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ആദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രചരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. വിജയസാധ്യത കണക്കിലെടുത്ത് PJ ജോസഫ് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലെ വിജയത്തെയും അത് സ്വാധീനിച്ചേക്കാം എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശങ്ക. അതിന്റെ അടിസ്ഥാനത്തിലാണ് PJ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കട്ടെ, PJ തന്നെ കേരള കോൺഗ്രസിനെ നയിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോയിരിക്കുന്നത്. അത് തന്നെയാണ് അബു ജോൺ ജോസഫ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ നിലവിൽ അനാരോഗ്യമൊന്നുമില്ല, ആരോഗ്യപരമായി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും മത്സരത്തിനുള്ള യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിനപ്പുറത്തേക്ക് തൊടുപുഴ നഗരസഭയിലൊക്കെ ഉൾപ്പെടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാധ്യത കൂടി അല്ലെങ്കിൽ ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് PJ ജോസഫ് തന്നെ മതി തൊടുപുഴയിൽ നിന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തതയോടുകൂടിയുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇടുക്കി സീറ്റിനെ ചൊല്ലിയായിരുന്നു UDF ഒരു ചെറിയ തർക്കമുണ്ടായത്. അതായത് ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തൊടുപുഴ സീറ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവകാശവാദം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കുമെന്ന കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ അവകാശവാദം അത് വ്യക്തി താല്പര്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് 10 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിലും ഇത്തവണയും മത്സര രംഗത്തുണ്ടാകും. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന കാര്യത്തിലേക്കൊക്കെ പിന്നീട് കിടക്കുമെന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ എന്തായാലും 10 സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള ഉറപ്പാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല തൃക്കരിപ്പൂരും ഇടുക്കിയുമായിരുന്നു കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ചെറിയ ഒരു അവകാശവാദത്തോടു കൂടിയും ഉയർന്നു വന്നത്. പക്ഷേ ആ വാദങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും തള്ളുകയും ചെയ്യുന്നുണ്ട് അബു ജോൺ ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് PJ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കും. 12ാം തവണയും ജനവിധി തേടാൻ വേണ്ടി PJ ജോസഫ് എത്തുന്നു. 2001 മാത്രം ഒന്ന് കാലിടറിയെങ്കിലും PJ ജോസഫിന്റെ തട്ടകം തന്നെയാണ് തൊടുപുഴ. വലിയ വിജയം ഇതുവരെ അദ്ദേഹത്തിന് നേടാനും കഴിഞ്ഞിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്. അതുകൂടി കണക്കിലെടുത്താണ് ഇത്തവണ വീണ്ടും PJ മത്സരത്തിന് ഇറങ്ങുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.